നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ പറയുന്ന ഒരു പുലമ്പലായി മാത്രമാണോ തോന്നുന്നത്? വളരെ കഠിനമായ സാഹചര്യങ്ങളിൽ നിങ്ങളോടൊപ്പം ആരുമില്ല, നിങ്ങൾ പൂർണ്ണമായും തകർന്നുപോയി, ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാനും നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കാനും ആരുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ കൂടുതൽ വിശ്വാസം വളർത്തേണ്ട സമയമാണ്. നിങ്ങൾ അറിയാതെ തന്നെ ഈ നിമിഷം നിങ്ങൾക്ക് അനുഭവിക്കാനാകാതെ തന്നെ പരമപുരുഷനായ മഹാദേവൻ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നതാണിത്. നിങ്ങളുടെ കൈകൾ പിടിച്ച് ദൈവം നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സാധാരണമായി തോന്നുന്ന ചില സ്വപ്നങ്ങളും ഉള്ളുണർവുകളും എല്ലാം മഹാദേവൻ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് അറിയിക്കുന്ന സൂചനകളാണ്. നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടും നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടി നൽകിക്കൊണ്ടും ഇരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അയക്കുന്ന ദൈവീയ സന്ദേശങ്ങളാണിതെല്ലാം. അപ്പോൾ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ചില ലക്ഷണങ്ങളിലൂടെ അറിയിക്കാറുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ പരമശക്തി നമ്മളോടൊപ്പം തന്നെയുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന സന്ദേശങ്ങളാണ് അവയെല്ലാം. ഭഗവാൻ മഹാദേവൻ ചിന്തിക്കാതെ ഈ ലോകത്തിൽ ഒരു അണുവ് പോലും ചലിക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, ഭക്തി ചെയ്താലും ഇല്ലെങ്കിലും, നിങ്ങൾ ചിന്തിക്കാതിരുന്നാൽ പോലും ആ ദൈവം എപ്പോഴും നിങ്ങളോടൊപ്പം നിന്നുകൊണ്ടിരിക്കും. അങ്ങനെ ദൈവീയ ശക്തി നിങ്ങളോടൊപ്പം ഉണ്ട്, ശിവപെരുമാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് അറിയിക്കുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾക്ക് നോക്കാം. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ശിവപെരുമാൻ ഉറപ്പായും നിങ്ങളോടൊപ്പം നിങ്ങളെ കാത്ത് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി അത് മനസ്സ് നിറഞ്ഞ് മനസ്സിലാക്കുക. ഭഗവാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിൽ ഒരു ഭാഗം നമ്മൾ ഉറക്കത്തിലാണ് ചെലവഴിക്കുന്നത്. അങ്ങനെ അതിൽ ഉറക്കത്തിൽ വരുന്ന സ്വപ്നങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് സ്വപ്നശാസ്ത്രം പറയുന്നുണ്ട്. അതിൽ ദേവതകൾ സ്വപ്നത്തിൽ വരുന്നത് സാധാരണ ഒരു കാര്യമല്ല. ഇത് എല്ലാവർക്കും സംഭവിക്കാറുമില്ല. ദൈവിക ശക്തി ആരോടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്കാണ് ഇത്തരത്തിലുള്ള ദൈവീയ സ്വപ്നങ്ങൾ വരുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ സ്വപ്നത്തിൽ ഇടയ്ക്കിടെ ശിവപെരുമാൻ, ശിവചിഹ്നങ്ങളായ ശിവലിംഗം, ത്രിശൂലം, പാമ്പ്, നന്ദിദേവൻ തുടങ്ങിയവ വരികയാണെങ്കിൽ ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നതിൻ്റെ തെളിവാണത്. ഭഗവാൻ മഹാദേവൻ ധ്യാനനിലയിൽ ഇരിക്കുന്നത് പോലെ സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ മനസ്സിലെ ആശയക്കുഴപ്പങ്ങൾ മാറി വ്യക്തത ലഭിക്കാനായി ധ്യാനം പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടണം എന്ന് ഭഗവാൻ അറിയിക്കുന്നതാണത്. ശിവൻ രുദ്രതാണ്ഡവം ചെയ്യുന്നത് പോലെ സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളും പ്രശ്നങ്ങളും മാറി നടരാജ പെരുമാൻ നല്ല വഴി കാണിക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം. ചില പോരാട്ടങ്ങൾക്ക് ശേഷം നിങ്ങൾ വലിയ വിജയം നേടാൻ പോകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണത്. ശിവനും പാർവതിയും ഒരുമിച്ച് വൃഷഭവാഹനത്തിലോ അർദ്ധനാരീശ്വര രൂപത്തിലോ സ്വപ്നത്തിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാൻ പോകുന്നു എന്നാണ് അർത്ഥം. ശിവലിംഗം സ്വപ്നത്തിൽ കാണുന്നത് നിങ്ങളുടെ മുൻ ജന്മത്തിലെ ശിവഭക്തിയുമായി ബന്ധപ്പെട്ടതാണ്. തീരാത്ത പ്രശ്നങ്ങൾ മാറി നിങ്ങൾ വിജയത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ സ്വപ്നമാണത്, സൂചനയാണത്. ധനവും സമ്പത്തും നിങ്ങളെ തേടി വരാനിരിക്കുന്നതിൻ്റെ അടയാളമാണത്. ഒറ്റയ്ക്കും ശാന്തമായും ഇരിക്കുമ്പോൾ എവിടെയോ നിന്ന് ഒരു മണിനാദം കേൾക്കുന്നത് പോലെയോ, പൂജ ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന ചന്ദനം, വിഭൂതി, സാമ്പ്രാണി, കർപ്പൂരം ഇവയുടെ സുഗന്ധം അനുഭവപ്പെടുകയോ ചെയ്യുന്നു. പക്ഷേ സമീപത്ത് ക്ഷേത്രമോ പൂജയോ ഒന്നും നടക്കുന്നുമില്ല. ശിവപെരുമാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്നാണ് അതിനർത്ഥം. ക്ഷേത്രത്തിൽ കേൾക്കുന്ന മണിനാദവും അവിടെ വരുന്ന ദൈവീയ സുഗന്ധവും ദുഷ്ടശക്തികളെ അകറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ ദൈവീയ അനുഭവം നിങ്ങൾ ഉള്ളിടത്തേക്ക് തന്നെ കൊണ്ടുവരുന്നു എന്നത് വെറും ഒരു ഭാവനയല്ല, ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ളതിൻ്റെ ശക്തമായ ലക്ഷണമാണത്. നിങ്ങൾ മനസ്സ് തകർന്നിരിക്കുന്ന സമയത്ത് എവിടെയോ നിന്ന് ഒരു ശംഖനാദം കേൾക്കുന്നു എങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്ന് ഭഗവാൻ അറിയിക്കുന്നതാണത്. അതിൻ്റെ അർത്ഥം അതാണ്. ശംഖനാദം തടസ്സങ്ങൾ നീക്കി വിജയത്തിലേക്ക് നയിക്കുന്ന മംഗളകരമായ ശബ്ദമാണെന്നാണ് പറയുന്നത്. വിഭൂതി, ചന്ദനം, വില്ലുയില എന്നിവ ശിവനുമായി ബന്ധപ്പെട്ടവയാണ്. അവയുടെ സുഗന്ധം നിങ്ങൾ ഉള്ളിടത്തേക്കാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ ചിന്തിക്കാതിരുന്നാലും ഭഗവാൻ നിങ്ങളുടെ അടുത്ത് നിന്നുകൊണ്ട് നിങ്ങളെ ഓർക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആഴമുള്ള ഭക്തിയും ശുദ്ധമായ മനസ്സുമുള്ളവർക്കാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ലഭിക്കുന്നത്. എല്ലാവർക്കും ഇത് ലഭിക്കണമെന്നുമില്ല. ഇതുവരെ ആത്മീയത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും വിഭൂതി, രുദ്രാക്ഷം പോലുള്ള ശിവചിഹ്നങ്ങളോട് പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് ആകർഷണം തോന്നുന്നു. അവ ധരിക്കുന്നവരോട് ഒരു ബഹുമാനം തോന്നുന്നു എങ്കിൽ അത് ശിവാനുഗ്രഹത്താൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. ജീവിതത്തിൻ്റെ നശ്വരതയെ ഓർമ്മിപ്പിക്കുന്നതാണ് വിഭൂതി. അതിനോട് നിങ്ങൾക്ക് ആകർഷണം തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ലോകബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ജ്ഞാനത്തിൻ്റെ വഴിയിലേക്ക് യാത്ര തിരിക്കാൻ ആരംഭിച്ചു എന്നാണ് അർത്ഥം.
ഭഗവാന്റെ കണ്ണുകൾ എന്ന് പറയപ്പെടുന്ന രുദ്രാക്ഷം ധരിക്കണം എന്ന ആഗ്രഹം പെട്ടെന്ന് മനസ്സിൽ ഉദിക്കുന്നു എങ്കിൽ ശിവന്റെ സംരക്ഷണ വലയത്തിനുള്ളിൽ നിങ്ങൾ ഉണ്ടെന്നതാണ് അതിൻ്റെ അർത്ഥം. ശിവചിഹ്നങ്ങളിലൊന്നായ കൂവളത്തില, അതായത് വില്ലുയില കാണുമ്പോഴും അതിനെക്കുറിച്ച് കേൾക്കുമ്പോഴും മനസ്സിൽ ഒരു ഭക്തി തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ പൂജകൾ ശിവൻ സ്വീകരിക്കുന്നതിൻ്റെ ലക്ഷണമാണത്. നിങ്ങളുടെ ആത്മീയ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായാൽ ഉടൻ തന്നെ ശിവക്ഷേത്രത്തിൽ പോയി ഒരു നന്ദി പറഞ്ഞിട്ട് വരിക. നിങ്ങൾ ഒരു വലിയ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുമ്പോൾ, ആരോടാണ് സഹായം ചോദിക്കേണ്ടത് എന്ന് അറിയാതെ നിൽക്കുമ്പോൾ, എല്ലാ വാതിലുകളും അടഞ്ഞു പോയതുപോലെ തോന്നുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ വന്ന് നിങ്ങളെ സഹായിക്കും. പ്രത്യേകിച്ച് പ്രായമായവർ ശരിയായ വഴി കാണിക്കുന്നത്. ഒരു കുട്ടിയുടെ വാക്കുകൾ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാകും. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവർ ദൈവം അയച്ചവരാണ്, അല്ലെങ്കിൽ ദൈവം തന്നെ ആ രൂപത്തിൽ നിങ്ങളെ സഹായിക്കാൻ വന്നതാണ്. ഇത് യാദൃച്ഛികം എന്ന് കരുതി അവഗണിക്കരുത്. ദൈവം ആരെ എപ്പോൾ എങ്ങനെ സഹായിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. മഹാദേവൻ ഏതു രൂപത്തിലായാലും തൻ്റെ ഭക്തരെ കാത്തു സൂക്ഷിക്കും എന്ന് നായന്മാരുടെ കഥകൾ വായിച്ചാൽ മനസ്സിലാകും. ശിവപുരാണത്തിലുണ്ടതെല്ലാം. ഒരു കാലത്ത് നിങ്ങൾ വളരെ കോപമുള്ള ആളായിരുന്നിരിക്കാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയപ്പെട്ടിരിക്കാം. എന്നാൽ ഇപ്പോൾ നിങ്ങളിൽ വിവരിക്കാൻ പറ്റാത്ത ഒരു സമാധാനവും എന്തിനേയും നേരിടാനുള്ള ഒരു ധൈര്യവും അനുഭവപ്പെടും. വലിയ പ്രശ്നങ്ങൾ വന്നാലും മനസ്സ് അലഞ്ഞു പോകാതെ ദൈവം നോക്കിക്കൊള്ളും എന്നൊരു വിശ്വാസമുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നുവെങ്കിൽ ശിവൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്നാണ് അർത്ഥം. ശിവാനുഗ്രഹം ലഭിക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങളെ ചുറ്റി എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും മനസ്സ് ശാന്തമാകും, സഹനം കൂടും, സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകുന്നതായി നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. മറ്റുള്ളവരോട് സ്നേഹം കാണിക്കാൻ തുടങ്ങും. ഈ നല്ല ഗുണങ്ങൾ നിങ്ങളിൽ വളരാൻ തുടങ്ങുന്നുവെങ്കിൽ ശിവതത്വം നിങ്ങളുടെ ഉള്ളിൽ നിറയാൻ തുടങ്ങി എന്നാണ് അർത്ഥം. ഭഗവാൻ മഹാദേവനാണ് എല്ലാ ജീവജാലങ്ങളുടെയും പിതാവെന്നാണ് പറയുന്നത്. ആ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ തുടങ്ങുമ്പോൾ ശിവഗുണങ്ങളായ കരുണ, ജീവജാലങ്ങളോടുള്ള സ്നേഹം, ദയ എന്നിവ മനസ്സിൽ വളരും. എല്ലാ ജീവികളെയും സംരക്ഷിക്കണം, സഹായിക്കണം എന്ന തോന്നലുണ്ടാകും. പ്രത്യേകിച്ച് നന്ദിയുടെ പ്രതീകമായ കാളയോടും ഭൈരവൻ്റെ പ്രതീകമായ നായകളോടും സ്നേഹം തോന്നുന്നുവെങ്കിൽ ശിവാനുഗ്രഹം പൂർണ്ണമായി നിങ്ങൾക്കുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണത്. പ്രകൃതിയുടെ സൗന്ദര്യം മുൻപത്തേക്കാളും കൂടുതൽ ആസ്വദിക്കാൻ തുടങ്ങും. പ്രകൃതിയുടെ ഓരോ പ്രവർത്തനവും ശിവൻ്റെ കരുണ കൊണ്ടാണ് നടക്കുന്നത് എന്ന് നന്ദിയോടെ മനസ്സ് ചിന്തിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ വരികയാണോ? അത്തരത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരെ പോലെ ദൈവത്തെ കുറ്റപ്പെടുത്താതെ നമ്മുടെ പാപങ്ങളും കർമ്മഫലങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു, ദൈവം നമ്മളെ പരീക്ഷിച്ചാലും കൈവിടില്ല എന്ന വിശ്വാസവും ദൈവത്തോടുള്ള ഭക്തിയും കൂടുന്നു എങ്കിൽ ദൈവാനുഗ്രഹം പൂർണ്ണമായി നിങ്ങൾക്കുണ്ട് എന്നാണ് അർത്ഥം. ഓരോ പരീക്ഷണ സമയത്തും മുൻപത്തേക്കാളും കൂടുതൽ ഭക്തി വർദ്ധിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഭഗവാൻ നിങ്ങളെ പൂർണ്ണമായി ഏറ്റെടുത്തു എന്നാണ് അർത്ഥം. പരീക്ഷണകാലത്ത് ഇത് ശിവൻ എനിക്കായി വെച്ച ഒരു പരീക്ഷയാണ്, ഞാൻ ഇതിൽ വിജയിക്കും എന്ന് മനസ്സിൽ തോന്നുന്നുവെങ്കിൽ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വെറും യാദൃച്ഛികം എന്ന് കരുതി തള്ളിക്കളയരുത്. ചില അനുഭവങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തതായിരിക്കാം, പക്ഷേ ഹൃദയം അതിനെ വ്യക്തമായി അനുഭവിക്കും. ദൈവം എല്ലായ്പ്പോഴും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടണമെന്നുമില്ല, പക്ഷേ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് അനുഭവിപ്പിക്കും. ജീവിതത്തിൽ എത്ര വലിയ ഇരുട്ട് വന്നാലും ഒരു നിമിഷം പോലും പ്രതീക്ഷ കൈവിടരുത്. കാരണം ഭഗവാൻ മഹാദേവൻ ഒരിക്കലും തൻ്റെ ഭക്തരെ കൈവിടില്ല. ചിലപ്പോൾ പരീക്ഷിക്കും, ചിലപ്പോൾ കാത്തിരിക്കാൻ വയ്ക്കും, പക്ഷേ അവസാനം നമ്മളെ കൂടുതൽ ശക്തരാക്കി നല്ല വഴിയിലേക്ക് തന്നെ നയിക്കും. അതുകൊണ്ട് ഭയപ്പെടാതെ ജീവിക്കുക, വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ഓം നമഃശിവായ എന്ന നാമം മനസ്സിൽ ജപിച്ചുകൊണ്ടിരിക്കുക. ആ നാമത്തിൽ മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരു ശക്തിയുണ്ട്, ജീവിതത്തെ മാറ്റാനുള്ള ശക്തിയുണ്ട്, തകർന്ന ഹൃദയത്തെ വീണ്ടും ഉയർത്തുവാനുള്ള ശക്തിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ നടന്ന ഓരോ സംഭവത്തിനും ഒരു അർത്ഥമുണ്ടായിരുന്നു. ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ മുന്നിൽ ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് ദുഃഖത്തിൽ പോലും വിശ്വാസം നഷ്ടപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു നാൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് എന്നെ കൈപിടിച്ച് നടത്തിയത് മഹാദേവനായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഹര ഹര മഹാദേവ. ഓം നമഃ ശിവായ.